നീ എന്തിനാ റിസൈൻ ചെയ്യുന്നേ? ദാ നോക്ക്, നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നീ ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്ക്. ഈ പ്രശ്നം എങ്ങാനും കൂടുതൽ വഷളായ എന്റെ കരിയർ തന്നെ ഇല്ലാതാവും. അസോസിയേഷനിൽ ഒരു കംപ്ലൈന്റ് കൊടുത്താൽ തീർന്നു. അത് അത്രയ്ക്ക് എളുപ്പമുള്ള കാര്യാ? സ്വിമ്മിംഗ് പൂളിന് ചുറ്റും CCTV ക്യാമറാസ് ഉണ്ട്. അതിൽ എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ആയിട്ടുണ്ടാവും. ഏത് ഡ്രസ്സാ ഇട്ടിരിക്കുന്നതെന്ന് പോലും. അങ്ങനെ എളുപ്പം നിങ്ങൾ എങ്ങനെ മിസ്ബിഹേവ് ചെയ്യാനാ? വെള്ളത്തിൽ കൂടെ നടക്കാൻ മേലായിരുന്നോ? അവിടെ CCTV ഇല്ല അല്ലേ? വെള്ളത്തിൽ വെച്ച് നീ അവളോട് മോശമായി പെരുമാറുമല്ലേ? അത് കള്ളമാണ്. നിങ്ങൾ ആ കുട്ടിയോട് തന്നെ ചോദിച്ചു നോക്ക്. അത് കൊള്ളാം. ആ പെണ്ണ് തന്നെയാ നിനക്കെതിരെ കംപ്ലൈന്റ് എഴുതി തന്നേക്കുന്നേ. അതുകൊണ്ട് നിന്നെ നന്നായി ഒന്ന് ചോദ്യം ചെയ്യാൻ ഞങ്ങളങ്ങ് കൊണ്ടുപോവാ. വാ പോവാം. ബൃന്ദ, ഇതാരോ അറിഞ്ഞുകൊണ്ടുള്ള കളിയാ. നീ അമ്മേനും നോക്കണം. ആ, അവരെ നീ നോക്കിക്കോ. ഇവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ചെല്ല്, ശരിയല്ലേ? വാ പോവാം. വന്ന് വണ്ടിയിലോട്ട് കയറ്. പോയി കയറടാ. ഇവനെ പിടിച്ച് കയറ്റടോ. ഒരു മിനിറ്റ്. ഹലോ മേഡം, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടോ. നാളെയും മറ്റന്നാളും ശനി ഞായറുവാ. തിങ്കളാഴ്ചയും ലീവാ. എന്നാ പിന്നെ ചൊവ്വാഴ്ച കോർട്ട് വെച്ച് കാണാം. നിന്റെ ലവറിന് ഞങ്ങൾ നല്ലൊരു ട്രീറ്റ് കൊടുക്കുന്നുണ്ട്. എന്നാ പോട്ടെ മോളെ, കാണാം. വണ്ടി എടുക്കടോ. ഞാൻ ഒരു കാര്യം പറയട്ടെ. നിങ്ങളുടെ മോൻ തിരിച്ചു വരുന്നത് വരെ ഞങ്ങളുടെ വീട്ടിൽ ഒന്ന് താമസിക്കരുതോ? ഇല്ല, ഞാൻ പറയുന്നോണ്ട് തെറ്റായി വിചാരിക്കരുത്. അവരുണ്ടല്ലോ, ഈ വീട് സ്വന്തമാക്കാൻ വേണ്ടിയാ എൻ്റെ മോനെ എൻ്റെ അടുത്തുനിന്നും പിരിച്ച് കൂട്ടിക്കൊണ്ടുപോയത്. പക്ഷെ എന്തായാലും ശരി, ഞാൻ ഈ വീട് വിട്ട് പുറത്തോട്ടെങ്ങും പോവില്ല. ഞാൻ എങ്ങോട്ടും വരില്ല. പക്ഷെ അച്ഛാ, വീട്ടിൽ ആരും അല്ലെങ്കിൽ അവര് വീട് കയ്യേറില്ലേ? മാത്രമല്ല ബീന ചേച്ചി ലീവ് എടുത്ത് പോയിരിക്കുക. എങ്കിൽ കുറച്ചുനാൾ നീയും കൂടെ ഇവിടെ താമസിക്കേ. എന്നിട്ട് നീ വീട്ടിലേക്ക് വന്നാൽ മതി. അതിനുള്ളിൽ ഞാൻ ലോയറിനോട് എല്ലാ കാര്യങ്ങളും പോയി സംസാരിക്കാം. എങ്കിലേ ചൊവ്വാഴ്ചയ്ക്കുള്ളിൽ നമുക്ക് അവനെ ജാമ്യത്തിലെടുക്കാൻ പറ്റൂ. ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് തന്നെ ആലോചിച്ചത്. ഞാൻ എന്തായാലും ഇവരെ തനിച്ചാക്കിയിട്ട് എങ്ങോട്ടും പോവില്ല. എനിക്ക് പോവാനും പറ്റില്ല. കഴിച്ചു കഴിഞ്ഞോ? മുഴുവനും കഴിക്കണേ. ഞാൻ കുളിച്ചിട്ട് വന്നേക്കാം. ആന്റി, വെള്ളം വരുന്നില്ലല്ലോ. മോട്ടോർ ഇടാനുള്ള സ്വിച്ച് എവിടെയാ? രാവിലെ വരുന്നുണ്ടായിരുന്നല്ലോ. അവിടെ എടുത്തുഭാഗത്താ ഉള്ളത്. എന്തുപറ്റി? ഇതുവരെ ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ. ഒരു മിനിറ്റ്, ഞാൻ ഒന്ന് ചെക്ക് ചെയ്യട്ടെ. പക്ഷെ അപ്പുറത്തെ വീട്ടിലൊക്കെ കറണ്ട് ഉണ്ടല്ലോ. ആന്റി, അനു എവിടെയാ ഉള്ളേ? അനു 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 അനു
ഏരിയയിലെ ഇലക്ട്രീഷ്യൻസ് ഒക്കെ റൗഡികളാന്ന് തോന്നുന്നു. പരാതി കൊടുത്ത് 2 ദിവസം കഴിഞ്ഞിട്ടാ കറണ്ട് വരുന്നത്. ഫോണിന് ചാർജ് ഉണ്ടോ എന്തോ. കണ്ടില്ലേ മോളെ, അവര് കറണ്ട് പോലും കട്ട് ചെയ്തിരിക്കുക. നമ്മളെ ഈ വീട്ടിൽ നിന്ന് ഓടിക്കാൻ വേണ്ടി ചെയ്ത വേലയാ ഇതൊക്കെ. അങ്ങനെയാണോ? അവരെന്ത് വേണമെങ്കിൽ ചെയ്യട്ടെ. അനു, ഫോൺ ഓൺ ആവുന്നുണ്ടോ നോക്ക്. എന്നാലേ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോന്ന് അറിയൂ. നീ വിഷമിക്കേണ്ട മോളെ, ഇന്ന് എന്റെ മോൻ വരും. പിന്നെ ഈ പ്രശ്നം ഉണ്ടാക്കുന്നവരെയൊക്കെ അവൻ നോക്കിക്കോളും. ആദ്യം കുളിക്കണം, എന്നിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാം. അമ്മ പറയുന്നതൊക്കെ അനുസരിച്ചിരിക്കണം. ആര് വാതിലെ മുട്ടിയാലും തുറക്കാൻ പാടില്ല. കേട്ടല്ലോ? ഇല്ല ഇല്ല, ഇവിടെ വിശ്വസിക്കാൻ പറ്റില്ല. നീ പോകുമ്പോ പുറത്തുനിന്ന് വാതിൽ പൂട്ടിയിട്ട് പൊക്കോ മോളെ. നീ വരുന്നവരേക്കും ഞങ്ങൾ അകത്ത് തന്നെ ഇരുന്നോളാം. ശരി ആന്റി, അങ്ങനെ തന്നെ ചെയ്തേക്കാം. ആ പറഞ്ഞോ രേഖ. ഇല്ല, ഇന്ന് എനിക്ക് എങ്ങോട്ടും വരാൻ പറ്റില്ല. എനിക്ക് പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്. 1/2 മണിക്കൂറോ? ശരി, എന്നാ ഞാൻ വരാം. ശരി, വരാം. എന്തു പറ്റി മോളെ? കോടതിയിലേക്ക് പോകുന്നില്ലേ? അല്ലല്ല, ഞാൻ കോർട്ടിലേക്ക് തന്നെയാ പോകുന്നത്. പക്ഷെ സ്കൂളിലേക്കൊന്ന് അത്യാവശ്യമായിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. ആദ്യം അങ്ങോട്ട് പോകണം. എന്നാ ശരി, എനിക്ക് പോകാനുള്ള സമയമായി. ഞാൻ പോയി റെഡി ആവട്ടെ. ഞാൻ പോയിട്ട് പെട്ടെന്ന് വന്നേക്കാം. അമ്മ പറയുന്നത് കേട്ട് അടങ്ങിയിരുന്നോളണം കേട്ടോ. ആന്റി പറഞ്ഞതുപോലെ ഞാൻ പുറത്തുനിന്ന് പൂട്ടിയിട്ട് പോവാ. അപ്പൊ പിന്നെ പ്രശ്നമില്ലല്ലോ. അമ്മേ, അമ്മ ഇങ്ങോട്ട് വന്നേ. പറ, എന്താ കാര്യം? എന്തിനമ്മേ വെളിയിൽ നിന്ന് പൂട്ടിയിരിക്കുന്നത്? അതെ, ബൃന്ദയാണ് പുറത്തുനിന്ന് പൂട്ടിയിട്ട് പോയിരിക്കുന്നത്. നീ അവിടെ നിക്ക്, എന്റെ അടുത്ത് വേറൊരു ചാവിയുണ്ട്, എടുത്തോണ്ട് വരാം. ഇന്നാ പിടിച്ചോ.